പ്രൈസ് ലോർഡ്. വീണ്ടും ഒരിക്കൽ കൂടെ വോയിസ് ഓഫ് ഗ്ലോറി എന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഈ പ്രഭാതത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് അറിയിക്കുന്നതിൽ ഒത്തിരി സന്തോഷം. പലരും ഇത് കാണുന്നവർ ഒത്തിരി പേർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ശുശ്രൂഷിക്കാൻ വന്ന സ്ഥലങ്ങളിൽ വന്ന് പറയുകയും അതൊരു വലിയ എൻകറേജ്മെൻറ്റാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇത് ഞങ്ങൾ സത്യത്തിൽ ഒരാഴ്ച പറഞ്ഞങ്ങ് നിർത്താമെന്ന് വിചാരിച്ചതാണ്. നിങ്ങൾ പറഞ്ഞ കമൻറ്റുകളും നിങ്ങൾ എഴുതുന്നതും നിങ്ങൾ ആ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ എഴുതിയത് ദൈവസന്നിധി ഞങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരായിട്ട് മാറി. ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലായി. വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ദയവായിട്ട് ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ലൈവിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സത്യത്തിൽ ഈ ആദ്യത്തെ 4-5 മിനിറ്റ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ജോയിൻ ചെയ്യുന്ന സ്ഥിരം ആളുകൾ ഉണ്ട്, ഷെയർ ചെയ്യുന്ന സ്ഥിരം ആളുകളുണ്ട്. ഞാൻ ഈ ലൈവിന് ശേഷം ഇത് പിന്നീട് പോയിരുന്ന് ശ്രദ്ധിക്കുമ്പോൾ സ്ഥിരം അതിനെ ഫോളോ ചെയ്യുന്നവർ, അപ്പോൾ എനിക്കതിനകത്ത് ചിലർ യൂറോപ്പിലൊക്കെ ഇരുന്ന് വേറെ ടൈം സോണിലാണ്, എന്ന് വെച്ചാൽ വെളുപ്പിന് ഒക്കെ ഇരുന്ന് കണ്ട് അഭിപ്രായം പറയുന്ന എല്ലാവർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുഗ്രഹത്തെക്കുറിച്ചാണ്. അനുഗ്രഹം എന്നതാണ്, ബ്ലെസ്സിങ് എന്ന സബ്ജക്റ്റാണ്. അന്നേരം ഇന്നതിൻ്റെ അടുത്ത ഒരു പാർട്ടാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അന്നേരം ഷോർട്ടായിട്ടാണ്, ഒരു 10 മിനിറ്റ് താഴെ നിൽക്കുന്നതാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അന്നേരം നിങ്ങളിതിൻ്റെ അനുഗ്രഹത്തിൻ്റെ ബാക്കി പുറകിലുള്ളത് കേൾക്കണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പുറകോട്ടുള്ള ദിവസങ്ങൾ തപ്പിയാൽ നമ്മുടെ എല്ലാ വീഡിയോകളും യൂട്യൂബിലും ഫേസ്ബുക്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, ഇന്ന് അനുഗ്രഹം നമ്മിൽ വരുമ്പോൾ നടക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്നാമത്, നമ്മൾ കടം വീട്ടും. ഒന്നാമത്തെ കാര്യം, നമ്മുടെ മേൽ അനുഗ്രഹം വരുമ്പോഴേ നമുക്ക് ഉള്ള കടങ്ങൾ നമ്മൾ വീട്ടും. അതൊരു ക്രിസ്തീയ സ്റ്റൈലാണ്, ബൈബിളിൻ്റെ സിസ്റ്റമാണ്, സ്റ്റൈലാണത്. നമ്മളിപ്പോൾ കടം വാങ്ങിക്കരുതെന്നാണ്, എന്നാലും സാഹചര്യം കൊണ്ട് കടം വാങ്ങിച്ചത്. അവർ നമ്മളെ ആ സമയത്തേക്ക് നമ്മളെ സഹായിച്ചവരാണ്. ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുമ്പോൾ ആദ്യം നമ്മൾ ഓർക്കേണ്ടത് അവരെയാണ്. അവരെ മറന്ന് പിന്നെ അവർ വിളിച്ചാൽ എടുക്കാതെ, അവർ നമ്മുടെ ഏറ്റവും വലിയ ചോദിച്ചെന്ന കാരണത്താൽ, തിരിച്ചു ചോദിച്ച കാരണത്താൽ അവർ നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളായി. അതൊരു അനുഗ്രഹത്തിൻ്റെ ലക്ഷണമേ അല്ല. നിന്നെ സഹായിച്ചവർ, നിന്നെ ഹെൽപ്പ് ചെയ്തവർ, ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ ആദ്യം നിൻ്റെ മനസ്സിൽ അവരുടെ പിക്ചറാണ് വരേണ്ടത്. ബൈബിളിൻ്റെ സിസ്റ്റമാണത്. നിങ്ങൾ 2 രാജാക്കന്മാർ 4-ാം അധ്യായം, ആ പ്രവാചകൻ്റെ ഭാര്യ എലീശയുടെ അടുത്ത് വന്ന് കടമാണ്, പിള്ളേരെ പലിശക്കാർ അല്ലെങ്കിൽ കടക്കാർ പിടിച്ചുകൊണ്ടുപോയി, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, ദൈവദാസനായിരുന്നു എന്ന് സങ്കടം പറയുമ്പോൾ ഒരു അത്ഭുതം, എണ്ണയുടെ ഒരു അത്ഭുതം ചെയ്യുകയാണ്. ആ സ്ത്രീ അതുപോലെ അനുസരിച്ചു, എണ്ണയുടെ അത്ഭുതം ഉണ്ടായി. എന്നിട്ട് വലിയ സന്തോഷത്തോടെ ഏലീശ എന്ന ദൈവമനുഷ്യൻ്റെ അടുത്ത് വന്ന് പറയുന്നു, ആ വസ്തുതയെ അറിയിച്ചു. അത്ഭുതം നടന്നു, പാത്രങ്ങളെല്ലാം എണ്ണയായിരിക്കുന്നു. ഉടനെ ഏലീശയുടെ മറുപടി എന്താണെന്നറിയാം? നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടുക. ആദ്യം ചെയ്യേണ്ടത്, അനുഗ്രഹം നിന്നെ തൊടുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിനക്കുള്ള കടം വീട്ടണം. അങ്ങനൊരു മനസ്സുണ്ടെങ്കിൽ ദൈവം അത് വീട്ടാനുള്ള സാഹചര്യം ഒരുക്കി തരും. ശേഷിപ്പ് കൊണ്ട് നിൻ്റെ ഉപജീവനം നടത്താനാണ് ഏലീശ പറയുന്നത്. ഏലീശ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശബ്ദം അറിയിക്കുന്ന ആളാണ്. ദൈവത്തിൻ്റെ ശബ്ദം അതാണ്. ദൈവം നിനക്കൊരു അത്ഭുതം ചെയ്യുമ്പോഴേ നിൻ്റെ മനസ്സിൽ ആ കടം വീട്ടാനുള്ള ഒരു മനസ്സുണ്ടാകണം. അറിയാത്ത പോലെ നടക്കരുത്. ആ ദൈവം എന്നെ അനുഗ്രഹിച്ചതാണെന്ന് പറയുമ്പോൾ ആദ്യം ഇങ്ങനെയുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്നെ സഹായിച്ചവരെ ഓർക്കുന്നത് നല്ലതാണ്.
അത് നിനക്കും നിൻ്റെ തലമുറകൾക്കും നിൻ്റെ കുടുംബത്തിനുമൊക്കെ അതൊരു അനുഗ്രഹമായി ദൈവസന്നിധിയിൽ മാറാൻ കടം വീട്ടേണ്ടതാണ്. കടം വീട്ടേണ്ടതാണ്. ഈ ദിവസങ്ങളിൽ ചിലർ ജപ്തി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ അടൂരിൽ നടന്ന, എറണാകുളത്ത് നടന്ന, തിരുവനന്തപുരത്ത് നടന്ന ശുശ്രൂഷകളിൽ ജപ്തിയാണ്, ജപ്തി ഡേറ്റ് എഴുതി വെച്ചത്. പ്രാർത്ഥിച്ചപ്പോൾ മാറിപ്പോയി, അത് നീങ്ങിപ്പോയി എന്നൊക്കെ സാക്ഷി കേട്ടു. അങ്ങനെയുള്ളവരോട് എൻ്റെ ഒരു നിർദ്ദേശത്തോടെ പറയാം, നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ അത് ഒരു നീങ്ങിപ്പോയെന്ന് പറയുമ്പോൾ അതോടെ നമ്മളൊരു ഉഴപ്പനാകാനല്ല. ദൈവം നിങ്ങൾക്ക് ആ ടെൻഷൻ അടിക്കുന്ന ആളുകളുടെ മുമ്പിൽ ലജ്ജിച്ചു പോകാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ലജ്ജിച്ചു പോകാൻ സാധ്യതയുള്ള ആ സാഹചര്യത്തെ ദൈവം മാറ്റി. അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അത് വീട്ടാനുള്ള ക്രമീകരണം ചെയ്യണം, അല്ലെ അതിന് പ്രാർത്ഥിക്കണം. അല്ല ജപ്തി പോയെന്ന് പറഞ്ഞ് അവരെ കളിപ്പിച്ചൊന്ന അർത്ഥത്തിൽ ആകരുത്. അത് ദൈവത്തെ കൂടെ കളിപ്പിക്കുന്നതിന് തുല്യമാണ്. നിനക്ക് ദൈവം ഒരു അവസരം തന്നേക്കുകയാണ്, ഒരു സമയം നീട്ടി തന്നേക്കുകയാണ്. അന്നേരം അത് വീട്ടാനുള്ള ക്രമീകരണത്തിന് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യാൻ നിർബന്ധിക്കുന്നു. അനുഗ്രഹം വരുമ്പോൾ നീ ആദ്യം ചെയ്യേണ്ടത് കടം വീട്ടേണ്ടതാണ്. രണ്ടാമത്, അനുഗ്രഹം വരുമ്പോൾ നമ്മുടെ ക്ഷാമം മാറും. ഏലിയാവ് വിധവയുടെ വീട്ടിൽ വരുമ്പോൾ സംഭവിച്ചത് ആ വീടിൻ്റെ ക്ഷാമം മാറി. ആ ക്ഷാമകാലത്ത് ക്ഷേമമായത്, അത്ഭുതകരമായത് ആ വീടിനകത്ത് തുറക്കപ്പെട്ടു. നിൻ്റെ ക്ഷാമം മാറും, നിൻ്റെ കടം മാറും. മൂന്നാമത്, അനുഗ്രഹം വരുമ്പോൾ 23-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വചനം പറയുന്നത്, ആയുഷ്കാലമൊക്കെയും നന്മയും കരുണയും നിന്നെ പിന്തുടരും. ഒന്ന് പറഞ്ഞാട്ട് ആ സ്ഥലത്തിരുന്നുകൊണ്ട് വാഗൊണ്ട് പ്രഖ്യാപിച്ചാട്ട്, ആയുഷ്കാലമൊക്കെയും നന്മയും കരുണയും, നിൻ്റെ പേര് പറഞ്ഞിട്ട് നിൻ്റെ പിതാവിൻ്റെ പേര് പറഞ്ഞ് നിൻ്റെ കുടുംബത്തിൻ്റെ പേര് പറഞ്ഞ് പറ, നന്മയും കരുണയും എന്നെ പിന്തുടരും. ആ പറഞ്ഞവർ പറ്റുമെങ്കിൽ സങ്കീർത്തനം 23-6 എൻ്റെ മേൽ അതുപോലെ സംഭവിക്കട്ടെന്ന്, അപ്ലൈ ഒന്ന് എഴുതി കമൻ്റ് ചെയ്താട്ട്. അപ്പോൾ തന്നെ ആദ്യത്തെ 3 കാര്യങ്ങൾ, കടം വീട്ടും, ക്ഷാമം മാറും, ആയുഷ്കാലമൊക്കെയാണ്. അനുഗ്രഹം ഒരാഴ്ചത്തേക്കല്ല, 2 ആഴ്ചത്തേക്കല്ല, ഒരു സംഭവത്തിലേക്കല്ല, ആയുഷ്കാലമൊക്കെയാണ്. നാലാമത്തത്, അനുഗ്രഹം നമ്മൾ പേടിക്കുന്നത് പോലെ തരും. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, പേടിച്ചു വിറയ്ക്കുന്നത് പോലത്തെ അനുഗ്രഹത്തെ ദൈവം നമുക്ക് തരും. എൻ്റെ കൂടെ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നവർ, ശരിക്കും ദൈവം നമ്മളെ അനുഗ്രഹിച്ചാൽ നമ്മൾ പേടിച്ചു പോകും. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, ശരിക്കും ദൈവം നമ്മെ അനുഗ്രഹിച്ചാൽ നമ്മൾ പേടിച്ചു പോകുന്നത് പോലെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആ സ്ഥലങ്ങളിൽ ഇപ്പോൾ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേ, ദൈവം എന്നെ 2026 പേടിപ്പിക്കാൻ പോകുന്നു. അത് പേടിപ്പിക്കുന്നത് രോഗമിട്ട്, ദാരിദ്ര്യമിട്ട്, മൃഗങ്ങളെ വെച്ച് ആക്രമിച്ച്, മനുഷ്യരെ വെച്ച് ഉപദ്രവിച്ചല്ല, അനുഗ്രഹിച്ച് പേടിപ്പിക്കാൻ പോകുന്നു. യിരെമ്യാവ് 33-9 വചനം, ഞാൻ അവർക്ക് ചെയ്യുന്ന എല്ലാ നന്മയെക്കുറിച്ച് കേൾക്കുന്ന സകല ജാതികളുടെ മുമ്പാകെ അതെനിക്ക് ആനന്ദനാമവും പ്രശംസയും മഹത്വവുമായിരിക്കും. ഞാൻ അതിന് വരുത്തുന്ന എല്ലാ നന്മയിലും, എല്ലാവരും പറഞ്ഞു, എല്ലാ നന്മയും നിമിത്തം സർവസമാധാനവും നിമിത്തവും, നന്മ നിമിത്തവും സമാധാന നിമിത്തവും അവർ പേടിച്ചു വിറയ്ക്കുമെന്ന്. ദൈവം നിനക്ക് നന്മയും സമാധാനവും തരുമ്പോൾ നീ പേടിച്ചു വിറയ്ക്കുന്ന പോലത്തെ തരുമെന്ന്. അതിന് സമാനമായൊരു വാക്യം പുതിയ നിയമത്തിലുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. ലൂക്കോസ് 5:9 വാക്യം, അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ പത്രോസിനും അവനോടുകൂടെയുള്ള എല്ലാവർക്കും സംഭ്രമം, പേടിച്ചുപോയി. ദൈവം അനുഗ്രഹിച്ചാൽ നീ പേടിച്ചു പോകും. പേടിച്ചു പോകുന്ന പോലത്തെ, ഭയപ്പെട്ട് വിറയ്ക്കുന്ന പോലത്തെ അനുഗ്രഹത്തെ നിനക്കും നിൻ്റെ തലമുറകൾക്കും അവൻ തരും. അവൻ അനുഗ്രഹിക്കുമ്പോൾ നിൻ്റെ കടം മാറും. അവൻ അനുഗ്രഹിക്കുമ്പോൾ നിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും ക്ഷാമവും മാറും. അവൻ അനുഗ്രഹിക്കുമ്പോൾ ആയുഷ്കാലമൊക്കെയും അവൻ നന്മ കൊണ്ട് തൃപ്തി വരുത്തും.
അത് നിൻ്റെ പുറകെ കൂടും. അവൻ അനുഗ്രഹിക്കുമ്പോൾ പേടിച്ച് വിറയ്ക്കും. ഇപ്പോൾ ഇതിനകത്ത് കമൻ്റായിട്ട് എഴുതിയാട്ട് ആ 4 കാര്യവും കമൻ്റായിട്ട് എഴുതിയാട്ട്, യൂട്യൂബിലും ഫേസ്ബുക്കിലും അത് എഴുതിയാട്ട്, ഞാനത് വിശ്വസിക്കുന്നെന്ന് പറഞ്ഞാട്ട്, ഇന്ന് പകൽ ഇത് കേട്ടുകൊണ്ട് ജോലി സ്ഥലത്തേക്ക്, സ്കൂളുകളിലേക്ക്, രാവിലെ കിച്ചണിലേക്ക് ഒക്കെ കയറുന്നവർ ഇതും പറഞ്ഞുകൊണ്ട് കയറിയാട്ട്, അവൻ എൻ്റെ കടം വീട്ടും, അവൻ എൻ്റെ ക്ഷാമം മാറ്റും, ആയുഷ്കാലമൊക്കെയും നന്മയും കരുണയും എന്നെ പിന്തുടരും, 2025 അവസാനം 2026 നന്മ കൊണ്ട് എന്നെ പേടിപ്പിക്കും, സമാധാനം കൊണ്ട് ഞാൻ പേടിച്ചു വിറയ്ക്കും. രോഗം കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ ശാപം കൊണ്ടോ അല്ല, സമാധാനവും സമ്പത്തും കൊണ്ട് ഞാൻ പേടിച്ചു വിറയ്ക്കും. ദൈവം തരുന്ന ആളാണ് ഞാൻ. ആ വചനം അതുപോലെ വിശ്വസിക്കുന്നു, അതുപോലെ വിശ്വസിക്കുന്നു. ഒരു വ്യാഖ്യാനത്താലും അതിനെ മറിച്ച് കളയാൻ ഞാൻ ആളല്ല. ഞാൻ ആ വചനത്തെ അതുപോലെ വിശ്വസിക്കും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ സ്ഥലങ്ങളിൽ ദൈവത്തോടൊന്ന് പറഞ്ഞാട്ട്, ഇപ്പോൾ ഈ പറഞ്ഞ 4 കാര്യവും എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യണമേ. കർത്താവേ, കടഭാരത്താൽ ഞങ്ങളെ കാണുന്നവരുണ്ട്. കടം കാരണം, അടുത്ത എന്താണെന്ന് ചെയ്യാൻ അറിയാൻ വയ്യാതെ, ജോലി നഷ്ടപ്പെട്ട കാരണത്താൽ, ശമ്പളം കിട്ടാത്ത കാരണത്താൽ, ലോണിൻ്റെ അടവ് അവരെ അടയ്ക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലായ കാരണത്താലൊക്കെ ഭാരപ്പെടുന്നവരുണ്ട്. ഇന്ന് പകൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ ചെയ്യണമേ. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ, അത് തന്നെ തുറന്നു വരട്ടെ. ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുകയാണ്. സൈന്യങ്ങളുടെ യഹോവയെ അവരെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കണമേ. മഴ പോലെ അത് പെയ്യട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ബ്ലെസ് യു. നിങ്ങളുടെ ചിന്താഗതിയിൽ അനുഗ്രഹം തന്നെ ഉണ്ടാകട്ടെ. അത് ഈ 4 കാര്യങ്ങളിലൂടെ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും നിങ്ങളുടെ ശുശ്രൂഷകളെയും ഒക്കെ കടത്തിവിടട്ടെ. ബ്ലെസ് യു. നമുക്ക് നാളെ ഈ സമയത്ത് വീണ്ടും കാണാം. ദയവായിട്ട് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. നമ്മുടെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഈ പരസ്യങ്ങൾ കാണുന്നിടത്തൊക്കെ നിങ്ങൾ കടന്നു വരിക. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു.